ഹലോ നമസ്കാരം. എൻ്റെ പേര് മാത്യു ജോസഫ്. ബോസ് ഓർഗാനിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറാണ്. ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്റ്റോറി ഈ യൂട്യൂബ് ചാനലായ ദ ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സിലേക്ക് പറയാൻ ഓപ്പർച്യൂണിറ്റി തന്ന ഈ ടീമിൻ്റെ അംഗങ്ങളോട് നന്ദി പറയുന്നു. എൻ്റെ സ്റ്റോറി എനിക്ക് പറയാനുള്ളത്, ഞാൻ ബേസിക്കലി ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളൊരു ആളാണ്. അപ്പോൾ കോളേജിന് ശേഷം അച്ഛൻ്റെ ഒപ്പം കുറേ നാൾ ഗൾഫിലൊന്ന് വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നാട് വിട്ട് ഒരു ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫ്രീഡം, അങ്ങനെ പല കാര്യങ്ങൾ നഷ്ടപ്പെടും. അപ്പം ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളൊരു ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വന്തമായിട്ട് എനിക്ക് എന്തെങ്കിലും എൻ്റേതായിട്ടൊരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബേസിക്കലി എന്ത് തുടങ്ങാൻ പറ്റും, ഒരു പാൻഡമിക്കോ എന്ത് വന്നാലും ഒരു ആവശ്യമുള്ളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കണം. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഫുഡ് കാറ്റഗറി തന്നെ ചൂസ് ചെയ്തു, ഭക്ഷണ സാധനങ്ങൾ. അത് ചൂസ് ചെയ്യുകയും എല്ലാ തരത്തിലുള്ള ഒരു ഐഡിയാസിനെ പറ്റി ആലോചിക്കാൻ സാധ്യതയുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഭക്ഷണത്തിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഫാമിംഗ് ആണ്. എന്നാൽ പിന്നെ നാട്ടിൽ തിരിച്ചു വന്ന ഫാമിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എന്നുള്ള രീതിയിൽ തുടങ്ങി വയ്ക്കാം. അതിൻ്റെ നോളജ് വെച്ചുകൊണ്ട് ഓരോ വർഷം ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, അതാണ് ആലോചിച്ചത്. അങ്ങനെ ഞാൻ നാട്ടിൽ അങ്കമാലി തിരിച്ചു വരികയും അതിനുശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഫാർമേഴ്സായിട്ട്, കൃഷിക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ടിഷ്യൂ കൾച്ചർ തൈ, വാഴത്തൈ റിലേറ്റഡ് ആയിട്ടായിരുന്നു. ഭയങ്കര ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് തുടങ്ങിയത്. അപ്പം അതിൽ നിന്ന് കിട്ടിയ നോളജ് വെച്ചുകൊണ്ട് ഫാമിങ്ങിൻ്റെ ഒരു 2017 കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ടിഷ്യൂ കൾച്ചർ തൈ ഫാമേഴ്സിന് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഫാർമർ ഡയറക്റ്റ് ഒരു ലാബിന് മേടിക്കാൻ നോക്കുന്നതിനെക്കാട്ടും സുലഭമായിട്ടുള്ള രീതിയിൽ, നല്ല പ്രൈസ് കോമ്പറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റിയുണ്ട് കൂടുതൽ കർഷകർക്ക് അത് ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ പറ്റുകയും അതിൻ്റെ വിളവ് നല്ല രീതിയിൽ എടുക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ 2018 എൻ്റെ സംരംഭത്തിൻ്റെ ആദ്യത്തെ ഒരു വെല്ലുവിളി വന്നു. പ്രത്യേകിച്ച് ഓർമ്മയില്ല, നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ 2018 വെള്ളപ്പൊക്കം തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ചാലഞ്ച് ഭയങ്കരമായിരുന്നു. പക്ഷേ അത് പിന്നെയും കരകയറി. അതിനുശേഷം 2018 തന്നെ ആലോചിച്ചു, ഇനിയും ഇങ്ങനെ കൃഷി ചെയ്തത് മാത്രം പോരാ, ആ നോളജും ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് ഇനി എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് കൊമോഡിറ്റീസ് എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൂടാ എന്നുള്ളൊരു. കൊമോഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട് കേരളം അറിയപ്പെടുന്ന കൊമോഡിറ്റീസ് മെയിനായിട്ടുള്ള സ്പൈസസ്, ഏലക്ക, കുരുമുളക്. അപ്പം അതിൻ്റെ ഒരു കൊമോഡിറ്റീസിൻ്റെ വാല്യൂ വെച്ചുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്പോർട്ടിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ എക്സ്പോർട്ടിലേക്ക് കിടക്കുകയും 2019 ഞാൻ എൻ്റെ ആദ്യത്തെ എക്സ്പോർട്ട് യൂറോപ്പിലേക്ക് ചെയ്യുകയും അതിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിരുന്നു. അങ്ങനെ എക്സ്പോർട്ടിൽ നിന്ന് നമ്മുടെ പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി, ഒരു ഓർഗാനിക് സ്റ്റാൻഡേർഡ്സ് സർട്ടിഫിക്കേഷനും എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ പല ബ്രാൻഡുകളും അത്യാവശ്യം നല്ല രീതിയിൽ വളരുകയും അതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2019 ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡ്, ബോസ് ഓർഗാനിക്സിൻ്റെ പേരിൽ തന്നെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഇനീഷ്യേഷൻ എടുക്കുകയും അത് ഒരു തുടങ്ങി വെച്ച് അതിൻ്റെ പോരായ്മകൾ മനസ്സിലാക്കി. കാരണം B2B ബിസിനസ്സിന് B2C ആദ്യമായിട്ട് പോവുക, അപ്പോൾ എന്തായാലും കുറേ പഠിക്കാനുണ്ട് പാഠങ്ങൾ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കോവിഡ് വരുന്നത് 2020. അങ്ങനെ അത് പെട്ടെന്നെല്ലാം ഫുൾ സ്റ്റോപ്പ് ആവുകയും എല്ലാം നിശ്ചലമാവുകയും, അതിനെ സംബന്ധിച്ച് ഞാൻ ഒരു മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തത്, ഇത്ര നാളത്തെ നോളജും പലതും തിരിച്ചൊന്ന് നോക്കി പലതും മനസ്സിലാക്കി അതിനെപ്പറ്റി റിയലൈസ് ചെയ്ത് ഒരു കൊമേഴ്സാണ് ഇനിയും അടുത്തത് എന്നുള്ള രീതിയിൽ ഫ്യൂച്ചർ മുമ്പോട്ടുള്ളതിനെ പറ്റി ആലോചിക്കുകയും അങ്ങനെ ആമസോണിനെ പറ്റി പഠിക്കാനുള്ളതും, ആമസോണിൽ ജസ്റ്റ് വെറുതെ സെല് ചെയ്യാനല്ലാതെ ആമസോണിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്ത് ആ ഒരു രീതിയിൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 2021 ജാനുവരിയിൽ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ സാധ്യത ഉണ്ടായി. അത് ലോഞ്ച് ചെയ്ത് കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ പോയി. അപ്പോൾ 2021 മെയ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ബ്രാൻഡ് നല്ല രീതിയിൽ ലോഞ്ച് ചെയ്തു. ഏകദേശം 24ഓളം പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്തു.
അത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മെയ്യിൽ ലോഞ്ച് ചെയ്തു, ജൂലൈ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ സെയിൽ ആദ്യത്തെ ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പരിചയമില്ലാത്ത ആൾക്കാരുടെ സെയിൽ വന്ന് തുടങ്ങി. ഓഗസ്റ്റ് ആയപ്പോഴത്തേക്കും ആമസോണിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്ന് ആമസോൺ ഡയറക്റ്റ് ഇങ്ങോട്ട് വിളിച്ച് കോൺടാക്ട് ചെയ്യുകയും അവർക്ക് ബ്രാൻഡ് ഇഷ്ടപ്പെടുകയും ഇപ്പോൾ ആമസോണിൻ്റെ ഒഫീഷ്യൽ മെയ്ഡ് ഫോർ ആമസോൺ ബ്രാൻഡാണ് എൻ്റെ ബ്രാൻഡ് ബോസ് ഓർഗാനിക്സ്. സോ ഈ ഒരു ജേർണി വെറും ഒരു വാഴക്കൃഷിയിൽ നിന്ന് ഇവിടം വരെ വരാനുള്ളൊരു തിരിച്ചുനോട്ടം, അത് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം കറൻ്റ്ലി ആമസോൺ 17ഓളം മാർക്കറ്റിലുണ്ട്. അപ്പം അതേ 17ഓളം മാർക്കറ്റിൽ ഈ ബ്രാൻഡ് രജിസ്റ്റർ ആവുകയും കമ്പനിയുടെ എല്ലാ പേപ്പർ വർക്ക്സ് അവിടെ കംപ്ലീറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരുന്ന മാസങ്ങളിൽ ഇനിയും ഏകദേശം 191 രാജ്യങ്ങളിലേക്ക് ഈ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് അവിടെ എത്തുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻജിനീയറിംഗ് ആണ്. ഞാൻ പഠിച്ചത് ഇൻസ്ട്രുമെൻറ്റേഷൻ കൺട്രോൾ എൻജിനീയറിംഗ് ആണ്, ചെന്നൈയിലാണ് പഠിച്ചത്. എന്നോട് എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, എൻ്റെ കമ്പനി അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ നിലയിൽ എങ്ങനെ എല്ലാവർക്കും ഒരു കൺസ്യൂമറിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്യും. എനിക്കതിൻ്റെ അകത്ത് മെയിനായിട്ട് പറയാനുള്ളത്, ജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് 2 രീതിയിലാണ്. കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ അവർക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ്, സാധാരണ കടയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടാവുന്ന ക്വാളിറ്റിയെക്കാട്ടും ഒരു സ്റ്റെപ്പ് മുമ്പോട്ടെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ലൊരു വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് കൊടുക്കണം എന്നുള്ള രീതിയിൽ എനിക്കൊരു നിർബന്ധമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കൺസ്യൂമർ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കൂടെ എൻ്റെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ടീം മെമ്പേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഇനിയും വരാൻ പോകുന്ന എംപ്ലോയീസിന് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. എന്ന് വെച്ചാൽ സാധാരണ എല്ലാ കമ്പനികളും എന്താ ചെയ്യാന്ന് വെച്ചാൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പാക്കറ്റിൻ്റെ അകത്തുള്ള സാധനം നല്ല രീതിയിൽ ആക്കിയിട്ട് പാക്കറ്റിന് പുറമെയുള്ള ഡിസൈൻ അങ്ങനത്തെ പല കാര്യങ്ങൾ വേറെ ഏജൻസികളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളത് ഇൻഹൗസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്വാളിറ്റിയും കമ്മിറ്റ്മെൻറ്റും നല്ലതായിരിക്കും. അപ്പം എൻ്റെ ടീമിലുള്ള എംപ്ലോയീസ് അതിൻ്റെ അകത്ത് കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, കമ്പനിയിൽ കൂടുതലായിട്ട് ഞാൻ എടുക്കുന്നത് ഫ്രഷേഴ്സിനെയാണ്. കാരണം പുതുമയുള്ള ആശയങ്ങളും എങ്ങനെ വ്യത്യസ്തമായിട്ട് പലതും ചെയ്യാമെന്നല്ല, വ്യത്യസ്തമായി എങ്ങനെ ചിന്തിക്കാം, അതാണ് കൂടുതൽ ഇതിൻ്റെ അകത്ത് ഈ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇങ്ങനെ കുറേ രീതിയിലാണ് എൻ്റെ കമ്പനിയും എൻ്റെ ബ്രാൻഡും എനിക്കും എൻ്റെ സൊസൈറ്റിയിൽ കുറച്ച് വ്യത്യാസം വരുത്താൻ പറ്റുന്നത്. ഞാൻ ഈ കോളേജുകളിൽ ഇടയ്ക്ക് ഇങ്ങനെ ലെക്ചർ അല്ലെങ്കിൽ ഇങ്ങനെ മാനേജ്മെൻറ്റ് ക്ലാസ് ഇങ്ങനെ എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ അവിടെ എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ കോളേജ് ചെയ്യുമ്പോൾ എനിക്കൊരു സംരംഭം തുടങ്ങാൻ താല്പര്യമുണ്ട്, എന്താണ് തരാൻ പറ്റുന്ന ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ടിപ്സ്. അതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ, ഇന്ത്യ എന്നുള്ള മാതിരി കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ആദ്യമേ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവരും വേണ്ടാന്ന് പറയും. ഭയങ്കരമായിട്ട് അത് നെഗറ്റീവായിട്ടുള്ളത് ചിത്രീകരിക്കും. അതിനെ അതിജീവിക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ ഒരു കഴിവിൽ, നമ്മുടെ ഐഡിയയിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ഇനിയിപ്പോൾ പോകെ ആ ഒരു ഐഡിയ മോശമായാൽ പോലും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന നല്ലൊരു കാര്യം മുമ്പോട്ട് അല്ലെങ്കിൽ കുറച്ച് പ്രാക്ടിക്കലായിട്ടുള്ള, നമ്മൾ കോളേജ് കഴിഞ്ഞ് നേരെ എന്തെങ്കിലും തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു മച്യൂരിറ്റിയുടെ ആ സമയത്തുള്ള മച്യൂരിറ്റിയിൽ എടുക്കുന്ന ഡിസിഷനാണ്. പക്ഷെ പിന്നീട് നമ്മൾ ജീവിതം കണ്ടു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഐഡിയ എത്രത്തോളം മച്യൂറാണ്, എത്രത്തോളം പ്രാക്ടിക്കലാണ് മനസ്സിലാക്കിയിട്ട് റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റണം. അങ്ങനത്തെ ഒരു രീതിയിൽ പോകാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് തീർച്ചയായിട്ടും സക്സസ് ആവും. എൻ്റെ എക്സ്പീരിയൻസിന് എനിക്ക് അതാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ബേസിക്കലി ഇപ്പോൾ ഇ-കോമേഴ്സാണ് മൊത്തം ചെയ്യുന്നത്. ഇ-കോമേഴ്സിൽ ഒരു രസകരമായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമ്മുടെ കോമ്പറ്റീഷൻ എത്ര ശക്തനാണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിൽ ഞങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കൂടുതൽ നമ്മൾ സാധാരണ ഒരു കടയിൽ പോകുമ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന മുമ്പേ അത് എടുത്ത് നോക്കുക, അതൊന്ന് തിരിച്ചു മറിച്ച് തൊട്ട് പിടിച്ച് നോക്കുക. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു സാധനം മേടിക്കാൻ ഒരു ജഡ്ജ്മെൻ്റ് എടുക്കുന്നത്. ഇ-കോമേഴ്സിൽ അത് പറ്റൂല. അപ്പം ഞങ്ങളുടെ കോമ്പറ്റീഷൻ വളരെ ശക്തരാണ്. അതാണ് ഞങ്ങളുടെ അഡ്വാൻറ്റേജ്.
ഇവർ ശക്തരായതുകൊണ്ട് ഇവരുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു പ്രോസസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരോടും ചോദിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഞാനും എൻ്റെ ടീമും ഞങ്ങളൊരു പ്രോപ്പർ ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ഡിസിഷൻ, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു മാറ്റം വരുത്തണമെങ്കിൽ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ ഒരു ഡിസ്കഷൻ നടത്തുക, മാറ്റം വരുത്തുക, പോവുക. അപ്പോൾ എൻ്റെ കോമ്പറ്റീഷൻ്റെ പ്രോഡക്ട്സും കയ്യിലൊക്കെ എടുത്താൽ അവർ ബേസിക്കലി കയ്യിലെടുക്കാൻ പറ്റില്ല. ഈ കൊമേഴ്സിലായതുകൊണ്ട് അത് ജസ്റ്റ് ഒരു ഫോട്ടോ പോലെ കാണാം, നോക്കാം, എന്നിട്ടൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത് മേടിക്കാം. പക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ 3D റെൻഡറിങ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പം പാക്കറ്റ് കണ്ടാൽ പോലും കയ്യിലിരിക്കുന്നുള്ള രീതിയിലാണ്, അത്രത്തോളം ഒരു ഡിസ്നിയുടെ ലെവലിലെ ഒരു ഗ്രാഫിക്സിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പാക്കറ്റ് പ്രിൻ്റ് അടിക്കുന്ന മുമ്പേ തന്നെ ഞങ്ങൾ പ്രോഡക്റ്റ് റെൻഡർ ചെയ്ത് ഒരു മാർവൽ മൂവിയുടെ ആ ഒരു ഗ്രാഫിക്സിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് കണ്ടാൽ നിങ്ങളുടെ കയ്യിൽ എന്ത് സൈസായിരിക്കും, എങ്ങനെ ഉണ്ടായിരിക്കും, എല്ലാം നല്ലൊരു ഐഡിയ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കൺസ്യൂമറിന് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിലുള്ള വിശ്വാസം, അത് ഞങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റി പാക്കറ്റിൻ്റെ അകത്ത് മാത്രമല്ല, പാക്കറ്റിന് പുറമേ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും പാക്കറ്റിൻ്റെ അകത്തുള്ളതിൻ്റെ ക്വാളിറ്റി. അങ്ങനെ ചെറിയ കാര്യങ്ങളുടെ ഡീറ്റെയിൽസിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ബ്രാൻഡ് ആ പ്രോഡക്റ്റും പെർഫെക്റ്റ് ആക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ചിലർ എന്നോട് തർക്കിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ അകത്തുള്ള കാര്യം പറയാനുള്ളത്, എനിക്ക് ഫീൽ ആയിട്ടില്ല, ഇപ്പോൾ കോമേഴ്സ് ആയാലും ലോജിസ്റ്റിക്സ് ആയാലും എന്ത് കോഴ്സ് പഠിച്ചാൽ അല്ലെങ്കിൽ എന്ത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഉള്ള ആളായാലും അവർക്കൊരു ഐഡിയ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റി ഒരു വിശ്വാസമുള്ളൊരു അവരുടെ ഒരു താല്പര്യം, അവരവരുടെ ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് അവർക്ക് അതിൽ മുന്നേറി വരാൻ പറ്റും. ഇപ്പം ഞാൻ എൻജിനീയറിംഗ് അല്ല, കോമേഴ്സ് ആണെങ്കിൽ പോലും എൻ്റെ താല്പര്യം, എൻ്റെ ഉള്ളിലുള്ള താല്പര്യത്തിനാണ്, ഞാൻ പാഷനെയാണ് ഫോളോ ചെയ്തത്. എനിക്ക് എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്യണം, അത് പ്രാക്ടിക്കലായിരിക്കണം, അതിൽ നിന്ന് ഒരു ഏണിങ്സ് വേണം. അപ്പം നിങ്ങൾക്കും പറ്റും. അത് ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, നമ്മൾ ആ പഠിച്ചതിനെ വിട്ട് ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഐഡിയയെ പറ്റി ഇപ്പം ഉള്ള ഇൻ്റർനെറ്റ്, ഗൂഗിൾ, യൂട്യൂബ്, ഓൺലൈൻ കോഴ്സസ്, അപ്പോൾ എന്താവണം നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ അതിൻ്റെ അകത്തുള്ള ആകെയുള്ളൊരു പ്രശ്നം നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടോ എന്നാണ്. നമ്മൾ മലയാളിക്ക് മെയിനായിട്ടുള്ള പ്രശ്നം സുഖമായിട്ടിരുന്ന് പുട്ടടിക്കാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ പണിയെടുക്കാൻ റെഡിയാണെങ്കിൽ പുറത്ത് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എനിക്ക് ധൈര്യത്തോടെ നിങ്ങളോട് അതിൻ്റെ അകത്ത് പറയാം. എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ട് വിദേശത്തേക്ക് പറക്കുക മാത്രമല്ല, ഇവിടെ തന്നെ നാട്ടിൽ തന്നെ നിങ്ങൾക്കൊരു സാമ്രാജ്യം ഉണ്ടാക്കാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റിയും ഇവിടെ നാട്ടിലുണ്ട്. കാരണം എല്ലാവരും വിദേശത്തേക്ക് പോകും, ഇവിടെ കോമ്പറ്റീഷൻ കുറവാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് തിരിച്ചറിയുക, അതിനെപ്പറ്റി ഉള്ള നല്ല രീതി ആലോചിക്കുക. എനിവേസ്, എനിക്ക് എൻ്റെ കഥ ഷെയർ ചെയ്യാൻ പറ്റിയോണ്ട് നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. എനിക്ക് എൻ്റെ സ്റ്റോറി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഓപ്പർച്യൂണിറ്റി തന്ന ദ ഇൻസ്പിറേഷണൽ സ്റ്റോറി ബോക്സ് യൂട്യൂബ് ചാനലിനോട് നന്ദി പറയുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എന്ത് തുടങ്ങി വെച്ചാലും, നമ്മുടെ താല്പര്യമുള്ള എന്ത് തുടങ്ങി വെച്ചാലും തുടക്കത്തിൽ അത്രയും സ്മൂത്ത് ആയിരിക്കില്ല. നമ്മൾ വീണ് കഴിയുമ്പോൾ എണ്ണിക്കുക, പിന്നെ ഓടാൻ ശ്രമിക്കുക. പറക്കാൻ പറ്റിയില്ലെങ്കിൽ ഓടാൻ നോക്കുക, ഓടാൻ പറ്റിയില്ലെങ്കിൽ നടക്കാൻ നോക്കുക. നിൽക്കല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ. കീപ് ഗോയിങ് വാട്ട് യു ലവ്. ടേക്ക് കെയർ.